വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ് ഇംഗ്ലീഷ് സമ്മേറ്റീവ് അസസ്മെന്റ് ടേം 1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രഹെൻഷൻ. താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിക്കുക. പാസേജ് വായിച്ചിട്ട് അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പാസേജ് വായിക്കാം. മലേറിയ ഈസ് എ ഡേഞ്ചറസ് ഡിസീസ്. മലേറിയ എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്, അപകടകരമായ ഒരു ഡിസീസാണ്. ദിസ് ഡ്രെഡ്ഫുൾ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ മോസ്കിറ്റോ. ഇത് എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? മോസ്കിറ്റോസ് കാരണമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. Therefore, the best way to get rid of malaria is to get rid of mosquitoes. എന്താണ് ഈ മലേറിയ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഈ മോസ്കിറ്റോകളെ, അതായത് ഈ കൊതുകുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. മലേറിയ ഈസ് മോസ്റ്റ് ഓഫ്റ്റൻ ഫൗണ്ട് എമംഗ് പീപ്പിൾ ലിവിങ് ഇൻ നിയർ വെറ്റ് ആൻഡ് മാർഷി ലാൻഡ്സ്. മലേറിയ എന്ന് പറയുന്ന അസുഖം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മാർഷി ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലയങ്ങളിൽ, അതുപോലെ വെറ്റായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഈർപ്പമുള്ള പ്രദേശങ്ങളിലൊക്കെ അവിടെ താമസിക്കുന്ന ആളുകളിലൊക്കെയാണ് മലേറിയ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇൻ അതർ വേർഡ്സ്, ഡാം ഓർ വെറ്റ്ലാൻഡ് ഹെൽപ്സ് മോസ്കിറ്റോ. കാരണം എന്തുകൊണ്ടായിരിക്കും? അവിടെ ഈർപ്പമുള്ള പ്രദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? കൊതുകുകൾക്ക് വളരാൻ പെട്ടെന്ന് സഹായകമാകുന്നത്. This is not because the land is damp. അത് ആ ലാൻഡ് എന്തുകൊണ്ടല്ല, അത് നമ്മുടെ ആ ലാൻഡ് ഈർപ്പമുള്ളത് കൊണ്ടല്ല, പക്ഷെ ബട്ട് ബിക്കോസ് ദ സ്റ്റാഗ്നന്റ് വാട്ടർ ഈസ് ദ ബ്രീഡിംഗ് പ്ലേസ് ഓഫ് മോസ്കിറ്റോസ്. അവിടെ ഈർപ്പമുള്ളത് കൊണ്ടും അല്ല എന്തെന്ന് പറയുന്നത്, അവിടെ മോസ്കിറ്റോ കൂടുതൽ വളരുന്നത് ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷെ എന്താണ്, ഈ ലാൻഡ് ഈർപ്പമുള്ളത് കൊണ്ടല്ല, പക്ഷെ അവിടെ എന്താണ്, സ്റ്റാഗ്നന്റ് വാട്ടർ, അതായത് അവിടെ നിൽക്കുന്ന വെള്ളം എന്താണ്, കൊതുകുകളുടെ ബ്രീഡിംഗ് പ്ലേസ് ആണ്. കൊതുകുകൾക്ക് മുട്ടയിട്ട് വളരാൻ പറ്റിയ സ്ഥലമാണ് ഈ ഈർപ്പമുള്ള സ്ഥലങ്ങളും ചതുപ്പ് നിലങ്ങളും, മാർഷി ലാൻഡ്സും വെറ്റ് ലാൻഡ്സും ഒക്കെ. അപ്പോൾ മോസ്കിറ്റോസ് ബിഗിൻ their life as larva in water which does not flow. ഒഴുകാത്ത വെള്ളത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മോസ്കിറ്റോ മുട്ടയിട്ടിട്ട് അതിൻ്റെ ആദ്യത്തെ ജീവൻ എന്ന് പറഞ്ഞാൽ ലാർവ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലാർവ രൂപത്തിൽ ആരംഭിക്കുന്നത് ഒഴുകാത്ത വെള്ളത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മോസ്കിറ്റോസ് വളരുന്നത്. മലേറിയ ഡസ് നോട്ട് ഓഫ്റ്റൻ ഒക്കർ ഇൻ ഡ്രൈ ഡെസേർട്ട് കൺട്രീസ് ബിക്കോസ് മോസ്കിറ്റോസ് കനോട്ട് ബ്രീഡ് ദെയർ. എന്താണ്, ഡെസേർട്ട് റീജിയൻസിലൊന്നും, മരുഭൂമിയുള്ള സ്ഥലങ്ങളിലൊന്നും എന്താണ്, മലേറിയ ഉണ്ടാവില്ല. കാരണം എന്താണ്, കനോട്ട് ബ്രീഡ് ദെയർ, അതിനവിടെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനവിടെ മുട്ടയിട്ട് വളരാനായിട്ട് സാധിക്കില്ല. Therefore, the way to destroy mosquito is to stop them from breeding in stagnant water. അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ് തടയാനുള്ളൊരു വഴി എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഹൗ ക്യാൻ വി ഡു ഇറ്റ്? നമുക്കതെങ്ങനെ സാധിക്കും? ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ഡ്രെയിനിങ് ഓൾ ഡേർട്ടി പോണ്ട്സ് ആൻഡ് പൂൾസ്. എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മോശമായിട്ട് കിടക്കുന്ന, ഡേർട്ടി ആയിട്ട് കിടക്കുന്ന കുളങ്ങളും മറ്റേ പോൺസും ഡ്രെയിനിങ്ങും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ വറ്റിച്ച് കളയണം. അത് ഡ്രൈ ആക്കി വെക്കണം, അതിനെ വറ്റിച്ച് കളയണം. പിന്നെന്താണ്, അനദർ വേ ഓഫ് പ്രിവെൻറ്റിങ് ദെയർ ഗ്രോത്ത് ഈസ് ബൈ കീപ്പിംഗ് ദ സ്റ്റിൽ വാട്ടർ കവേർഡ് ബൈ സ്പ്രേയിങ് കെറോസിൻ. ഇതിൻ്റെ വളർച്ച തടയാനുള്ള വേറൊരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വെള്ളത്തിൻ്റെ മേലെ കെറോസിൻ തളിക്കുന്നതാണ് വേറൊരു മാർഗം എന്ന് പറയുന്നത്. കെറോസിൻ സ്പ്രെഡ് ലൈക്ക് എ തിൻ ഫിലിം ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ. അപ്പം എന്ത് സംഭവിക്കുന്ന, ഈ കെറോസിൻ, അതായത് മണ്ണെണ്ണ എന്ത് ചെയ്യും, വെള്ളത്തിൻ്റെ മേലെ ഒരു വെള്ളത്തിൻ്റെ സർഫസിൽ എന്തായിട്ട് ഒരു 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 ഫിലിം, എന്താണ്, ഒരു തിൻ ഫിലിം പോലെ, അതായത് ഒരു പാളി പോലെ എന്ത് ചെയ്യും, നേരത്തെ ഒരു പാളിയായിട്ട് അത് പരക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ദ ലാർവ ഡു നോട്ട് ഗെറ്റ് എയർ ആൻഡ് ആസ് എ റിസൾട്ട് ദേ ഡൈ. എന്ത് ചെയ്യാൻ പറ്റില്ല, ലാർവയ്ക്ക് എയർ കിട്ടില്ല, അതിൻ്റെ ഫലമായിട്ട് അത് മരിച്ചു പോകും. അപ്പോൾ ഒന്ന് കെറോസിൻ എന്താണ്, ഇതിനിങ്ങനെ വെള്ളത്തിൻ്റെ മേലെ കൂടെ തളിക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തത് എന്താണ്,
ഡേർട്ടി പോൺസും പൂൾസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതാണ് ഇതൊക്കെ തടയാനുള്ള ഒരു മാർഗം. മലേറിയ എന്ന രോഗത്തെ, കൊതുകുകളെ എൻ്റെ ബ്രീഡിങ്ങിനെയൊക്കെ തടയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അതാണ്. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. വിച്ച് ഇൻസെക്ട് കോസ് മലേറിയ? നമ്മളിപ്പോൾ പറഞ്ഞു ഏത് രോഗം മലേറിയ വരുത്തുന്നത് ഏത് ഇൻസെക്റ്റ് ആണ്? നമുക്കറിയാം മോസ്കിറ്റോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രണ്ടാമത്തെ, വാട്ട് ഹെൽപ്സ് മോസ്കിറ്റോസ് ടു ബ്രീഡ്? മോസ്കിറ്റോസിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് അതിനെ മുട്ടയിട്ട് വീണ്ടും പെരുകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഡാംപ് ഓർ വെറ്റ്ലാൻഡ് ആണോ, ഡ്രൈ ലാൻഡ് ആണോ, സ്റ്റാഗ്നന്റ് വാട്ടർ ആണോ, കെറോസിൻ ആണോ? ഏതാണ്? സ്റ്റാഗ്നന്റ്, കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് അല്ലേ, സ്റ്റാഗ്നന്റ് വാട്ടർ. അല്ലാണ്ട് വെറ്റ്ലാൻഡോ അല്ലെങ്കിൽ എന്താണ് മാർഷി ലാൻഡോ ആയതുകൊണ്ടല്ല. അവിടെ എന്താണ്, വാട്ടർ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മുട്ടയിട്ട് കൊതുകുകൾ പെരുകുന്നത്. മൂന്നാമത്തെ, ഹൗ ക്യാൻ വി പ്രിവെന്റ് ദ സ്പ്രെഡിങ് ഓഫ് മോസ്കിറ്റോ? എങ്ങനെ നമുക്ക് മോസ്കിറ്റോയുടെ സ്പ്രെഡിങ്ങിനെ തടയാം, കൊതുകിനെ എങ്ങനെ തടയാം? നമ്മൾ പറഞ്ഞു ബൈ സ്പ്രേയിങ് കെറോസിൻ. കെറോസിൻ സ്പ്രേ ചെയ്തിട്ട് നമുക്കതിനെ തടയാം. ഹൗ ഡസ് കെറോസിൻ കിൽ മോസ്കിറ്റോ? എങ്ങനെയായിരിക്കും കെറോസിൻ മോസ്കിറ്റോനെ കൊല്ലുന്നത്? എങ്ങനെയായിരിക്കും? അതിന് എയർ കിട്ടില്ല അല്ലേ, നമ്മൾ പറഞ്ഞു ബൈ പ്രിവെന്റിങ് എയർ ടു ദ ലാർവ. ഒന്നാമത്തേതാണ് ബൈ പ്രിവെന്റിങ് എയർ ടു ദ ലാർവ. ലാർവയ്ക്ക് വായു ലഭിക്കാതിരിക്കുന്നതിലൂടെ അത് മരിച്ചു പോകും. വേർ ക്യാൻ മോസ്കിറ്റോസ് ബ്രീഡ്? മോസ്കിറ്റോസ് എവിടെയാണ് ബ്രീഡ് ചെയ്യുന്നത്, ബ്രീഡ് ചെയ്യാതിരിക്കുന്നത്? കാണ്ട് എന്നാണ് പറഞ്ഞാണ്. ക്യാൻ എന്ന് വെച്ചപ്പോൾ നമ്മൾ സ്റ്റാഗ്നന്റ് വാട്ടർ പറഞ്ഞു. ഇനി ചെയ്യാതിരിക്കുന്നത് എവിടെയാണ്? ഡ്രൈ ഡെസേർട്ടിലാണ്. ഡ്രൈ ഡെസേർട്ടിൽ, ഡേർട്ടി പോൺസിലും മാർഷി ലാൻഡിലും സ്റ്റാഗ്നന്റ് വാട്ടറിലൊക്കെ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും. അപ്പോൾ ചെയ്യാതിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ഡ്രൈ ഡെസേർട്ട് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 2 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ, റിക്കി ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ദ സർവീസ് ഓഫേർഡ് ബൈ ദ റോബോട്ട് ഇൻ ഹിസ് ഹൗസ്. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ റിക്കിയുടെ റോബോട്ടിന്റെ കഥ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ റിക്കി അവന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാൻ തീരുമാനിക്കുന്നു. എന്തിനെ കുറിച്ചാണ്? ഡിസ്ക്രൈബിംഗ് ദ സർവീസ് ഓഫേർഡ് ബൈ ദ റോബോട്ട് ഇൻ ഹിസ് ഹൗസ്. അവന്റെ വീട്ടിൽ ആ റോബോട്ട് നൽകുന്ന സർവീസുകളെ കുറിച്ച്, അവൻ സേവനങ്ങളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി തീരുമാനിക്കുന്നു. എങ്ങനെയായിരിക്കും ലെറ്റർ എഴുതുക? നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഫ്രമും ടൂവും ആദ്യം എഴുതണം. പിന്നെ മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതുക. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഒരു ലെറ്റർ തുടങ്ങുമ്പോൾ എന്താണ് ആദ്യം ചോദിക്കുന്നത്? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അല്ലെങ്കിൽ ഹൗ ആർ യു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതിലും കുറച്ചുകൂടി നല്ലത് ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നീ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഐ ഹാവ് സം എക്സൈറ്റിംഗ് ന്യൂസ് ഫോർ യു. എനിക്ക് എന്തുണ്ട്? നിന്നോട് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് പറയാനുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ട് വിച്ച് മൈ ഫാദർ ബോട്ട് റീസെൻ്റ്ലി. എൻ്റെ ഫാദർ ഈ അടുത്തിടെയായിട്ട് മേടിച്ച ഒരു ലേറ്റസ്റ്റ് മോഡൽ റോബോട്ടിനെ, ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെൻ കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അത് വന്ന ഉടനെ തന്നെ എൻ്റെ വീട്ടിൽ കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങും ഒക്കെ ആരാണ് ചെയ്യുന്നത്? അതാണ് ചെയ്യുന്നത്. ഹി ഈസ് എ വണ്ടർഫുൾ ഡിവൈസ് പ്രോഗ്രാം എക്സ്ട്രീംലി വെൽ. അതിൽ നല്ല എന്താണ് നല്ല രീതിയിലാണ് അതിനെ, ആ ഡിവൈസിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇറ്റ് കളക്ട്സ് ഓൾ ദ അൺവാണ്ടഡ് തിങ്സ് സ്കാറ്റേർഡ് അറൗണ്ട്. താഴെ ചിതറി കിടക്കുന്ന സാധനങ്ങളൊക്കെ അതെന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അറ്റ് നൈറ്റ് ഹി സെൻഡ് ദോസ് തിങ്സ് ടു പ്ലേസ് വെയർ അതർ പീപ്പിൾ ക്യാൻ യൂസ് ദം. രാത്രി ആവുമ്പോൾ തന്നെയാണ് അതിന് വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അതിനെ അയക്കും. ദസ് ഹീ തോട്ട് മീ എ ഗുഡ് ലെസൺ ടു ഹെൽപ്പ് പീപ്പിൾ ഹു ആർ ഇൻ നീഡ്. അതെന്നെ നല്ല ലെസൺ പഠിപ്പിച്ചു. എന്താണ്? നമ്മളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ഗുഡ് ലെസൺ അതെന്നെ പഠിപ്പിച്ചു. ഹി ഈസ് എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. അത് നല്ല മാക്സിമം എഫിഷ്യൻസി ഉള്ള ഒരു മെഷീന് ആണ്, നല്ല കാര്യക്ഷമതയുള്ള ഒരു മെഷീന് ആണ്. ഐ റെക്കമെൻഡഡ് വൺ സച്ച് റോബോട്ട് ഫോർ യുവർ ഹോം ഓൾസോ. അത്തരമൊരു റോബോട്ട് നിന്റെ വീട്ടിലേക്ക് ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. ഹോപ്പ് ടു മീറ്റ് യു സൂൺ. നമുക്ക് എന്തായാ ഉടനെ തന്നെ കാണാം. ലെറ്റ് മീ ക്യാപ് മൈ പെൻ. ഞാൻ എൻ്റെ എഴുത്ത് നിർത്തുന്നു. യുവർ ലവിങ്ലി സിഗ്നേച്ചർ റിക്കി. ഇങ്ങനെയാണ് ഒരു ലെറ്റർ. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം ഫ്രമും ടു എഴുതുക. പിന്നെന്ത് എഴുതണം? ആദ്യം ഒരു ഇൻട്രോ ആയിട്ട് നമ്മൾ എന്താണ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിനക്ക് സുഖമായിരിക്കുന്നു ഞാൻ കരുതുന്നു. പിന്നെ ഐ ആം ഓക്കെ, ഐ ആം ഫൈൻ
എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് പിന്നെ നിങ്ങൾ എന്ത് എഴുതണം, അത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത് അതിൻ്റെ കണ്ടൻറ് എഴുതുക. ലാസ്റ്റ് നിർത്താൻ പോകുന്ന സമയത്ത് ഹോപ്പ് ടു മീറ്റ് യു സൂൺ, നമുക്ക് ഉടനെ തന്നെ കാണാം. ലെറ്റ് മീ ക്യാപ് മൈ പെൻ, ഞാൻ എൻ്റെ എഴുത്ത് നിർത്തുന്നു, യുവർ ലവിങ്ലി, പിന്നെ എഴുതിയ ആളുടെ പേര്. ഈ രീതിയിലാണ് ഒരു ലെറ്റർ എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ, ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ്. ഇവിടെ കുറച്ച് തെറ്റുകൾ തന്നിട്ടുണ്ട്, അത് തിരുത്തി, ഈ പാസേജ് വായിച്ചിട്ട് തെറ്റുകൾ തിരുത്തി തന്നെ എഴുതാൻ. ഇറ്റ് വാസ് മൈ ടീച്ചർ വിച്ച് ചേഞ്ച്ഡ് എവറിത്തിങ് എന്നായിരുന്നു, വിച്ച് അല്ല ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ്. എന്താണ്, എനിക്കൊരു എന്താണ് ടീച്ചർ അല്ലേ, എൻ്റെ അധ്യാപകനായിരുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ എവറിത്തിങ്, എൻ്റെ എല്ലാത്തിനും മാറ്റിമറിച്ച അധ്യാപകനായിരുന്നു. അപ്പം ഇറ്റ് വാസ് മൈ ടീച്ചർ ഹൂ, വിച്ച് മാറ്റിയിട്ട് ഹൂ ചേഞ്ച്ഡ് എവറി തിങ് എന്നാക്കണം. പിന്നെ ഓറ് മാറ്റിയിട്ട് അവിടെ എന്താണ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ, ഫ്രീ എന്താണ് എന്നെ എൻ്റെ എന്താണ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ, എന്നെ ഫ്രീ ആക്കിയവൻ, എന്നെ സ്വതന്ത്രനാക്കിയവൻ. അടുത്തത് എന്താണ് നമ്മൾ എഴുതുന്നത്, അവിടെ അടുത്ത് തന്നിരിക്കുന്നത് ബട്ട് ദ ഫസ്റ്റ് 19 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിൽ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം, ബട്ടിന് BUT, ബട്ട്. ക്യാപിറ്റൽ സ്മോൾ ലെറ്ററിന് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. ബട്ട് ദ ഫസ്റ്റ് 19 മന്ത്സിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, MONTHS എന്നാണ് അല്ലേ, മന്ത്സ് THS, മന്ത്സിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. അപ്പം അടുത്തത് തെറ്റ് എന്താണ്, ക്യാപിറ്റൽ ലെറ്ററും പിന്നെ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉള്ളത്. ഓഫ് മൈ ലൈഫ്, പിന്നെന്താണ് ലൈഫ് ബീൻ എന്നാണ്, ബീൻ ഹാഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഇതിന് തല തിരിച്ചിടണം, ഹാഡ് ബീൻ എന്നാക്കണം. ഇവിടെ ബീൻ ഹാഡ് എന്നാണ് തന്നിരിക്കുന്നത്, അതിന് തല തിരിച്ചിട്ടിട്ട് ഹാഡ് ബീൻ ഡിഫറെൻ്റ് എന്നാക്കണം. അപ്പം ഇങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്, സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്പീച്ചാണ്. പ്രിപ്പയർ എ സ്പീച്ച് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ് ടു ബി ഡെലിവേർഡ് ഇൻ യുവർ സ്കൂൾ അസംബ്ലി. എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിനായി എന്തിനെക്കുറിച്ചാണ്, ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ്, യാത്രയുടെ പ്രാധാന്യം, ട്രാവലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ്. കുറച്ച് ഹിൻസ് താഴെ തന്നിട്ടുണ്ട്. എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് കൾച്ചർ, പുതിയ സ്ഥലങ്ങൾ കാണുക, അതുപോലെ സംസ്കാരങ്ങൾ, കൾച്ചേഴ്സ് അറിയുക. ബ്രേക്ക് ഫ്രം ദ റൊട്ടീൻ ഓഫ് എവറി ഡേ, എന്താണ് ദിവസേനയുള്ള ജീവിതത്തിൽ നിന്ന് ഒരു എന്താണ് ബ്രേക്ക് അല്ലേ, മാറ്റം. പിന്നെ കണക്ട് വിത്ത് നേച്ചർ, പ്രകൃതിയുമായി കണക്ട് ചെയ്യുക. പിന്നെ മേക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കുക, നേടുക. ലാസ്റ്റിംഗ് മെമ്മറീസ്, ഒരുപാട് കാലം ഓർത്തിരിക്കുന്ന മെമ്മറീസ്. സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെ എന്ത് തരും, നമ്മുടെ ട്രാവലിംഗ് തരുമെന്ന്. അപ്പോൾ കുറച്ച് ഹിൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് വച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്പീച്ച് തയ്യാറാക്കണം. അപ്പോൾ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ സ്കൂൾ അസംബ്ലിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആരൊക്കെ ഉണ്ടാവും, ടീച്ചേഴ്സും സ്റ്റുഡൻസും പ്രിൻസിപ്പളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്, എന്താണ് ബഹുമാനപ്പെട്ട അധ്യാപകരും എൻ്റെ പ്രിയ കൂട്ടുകാരെ. ടുഡേ ഐ ഹാഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ്. ടുഡേ ഐ ഹാഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ്. ഇന്ന് ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് ടോപ്പിക്ക് കിട്ടിയാലും ആദ്യം റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് എഴുതുക. പിന്നെ ടുഡേ ഐ ഹാഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ്, എന്തിനെക്കുറിച്ചാണോ നിങ്ങളുടെ ടോപ്പിക്ക് തന്നേക്കണേ ആ ടോപ്പിക്കിൻ്റെ പേര് എഴുതുക. ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ്, ഇന്ന് ഞാൻ ട്രാവലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ട്രാവലിംഗ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ദാറ്റ് ഹെൽപ്സ് ലേൺ ന്യൂ തിങ്സ്. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് അലൗസ് അസ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്, മീറ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വേരിയസ് കൾച്ചർ. ഇത് നമ്മൾ എന്തൊക്കെയാണ്, പുതിയ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാനും പലതരത്തിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാനും അതുപോലെ പല കൾച്ചറുകൾ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ടീച്ചേഴ്സ് അസ് ഹൗ ടു മേക്ക് ഡിഫറൻസ് ആൻഡ് ക്രിയേറ്റ് ലാസ്റ്റിംഗ് മെമ്മറി. പിന്നെ എന്താണ്, നമുക്ക് ഇത് ഒരുപാട് കാലം
എന്താണ് നമുക്ക് ഓർമ്മകൾ സൂക്ഷിച്ചു വയ്ക്കാൻ, ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരുപാട് കാലങ്ങൾ നമ്മുടെ ഓർമ്മകളിൽ സൂക്ഷിച്ചു വയ്ക്കാനൊക്കെ ആയിട്ട് ഇത് പഠിപ്പിക്കുന്നു. ഇറ്റ് ടീച്ചേഴ്സ്. ട്രാവലിംഗ് ഈസ് ഓൾസോ ഗീവ് us എ ബ്രേക്ക് ഫ്രം അവർ ഡെയിലി റൊട്ടീൻ ആൻഡ് ഹെൽപ്പ് us ഗ്രോ പേഴ്സണലി. അത് മാത്രമല്ല, ഈ ട്രാവലിംഗ്, യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നിന്നൊരു മാറ്റം നൽകുകയും അതുപോലെ നമ്മളെ പേഴ്സണലി ഗ്രോ ചെയ്യാൻ, വളരാൻ വേണ്ടിയിട്ട്, അതായത് വ്യക്തിപരമായി നമ്മൾ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ബൂസ്റ്റ് അവർ സെൽഫ് കോൺഫിഡൻസ്, ഹെൽപ്പ് us അഡാപ്റ്റ് ന്യൂ എൻവയൺമെൻറ്റ് ആൻഡ് പ്രൊമോട്ട്സ് ലേണിംഗ്. ഇത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനും അതുപോലെ പുതിയ എൻവയൺമെൻറ്റിനെ അഡാപ്റ്റ് ചെയ്യാനും അതുപോലെ ആൻഡ് പ്രൊമോട്ട്സ് ലേണിംഗ്, എന്താണ് പുതിയ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടാനും അതിൽ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പീപ്പിൾ ട്രാവൽ ഫോർ എഡ്യൂക്കേഷൻ, ഹിസ്റ്ററി ആൻഡ് എൻജോയ് നേച്ചർ. പിന്നെ എന്താണ്, ആളുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രാവൽ ഫോർ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ഹിസ്റ്ററിക്ക് ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എൻജോയ് നേച്ചർ, നേച്ചറിനെ എൻജോയ് ആസ്വദിക്കാൻ, പ്രകൃതിയെ ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇൻ കൺക്ലൂഷൻ, ട്രാവലിംഗ് ഈസ് നോട്ട് ജസ്റ്റ് എ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് മാത്രമല്ല, പോകുന്നത് മാത്രമല്ല, ഇറ്റ്സ് എ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി ആൻഡ് ഗ്രോത്ത്. എന്താണ് ഇത്? നമ്മുടെ സെൽഫ് ഡിസ്കവറി, സ്വയം കണ്ടെത്തുന്നതിൻ്റെയും അതുപോലെ നമ്മുടെ ഗ്രോത്തിൻ്റെയും വളർച്ചയുടെയും ഒരു യാത്രയാണ്. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു സ്പീച്ച് തയ്യാറാക്കാൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, ഗിവിൻ ഡയറക്ഷൻ. ഡയറക്ഷൻസ് നൽകാനാണ്. ക്വസ്റ്റ്യൻ: സപ്പോസ് ഓൺ ദ വേ ടു സ്കൂൾ യു മെറ്റ് ആൻ ഓൾഡ് മാൻ. സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരു ഓൾഡ് മാനെ കാണുന്നു. ഹി വാസ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ നിയർ ബൈ. അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകുന്നത്? അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ബട്ട് ഹി ഡിഡിൻ നോ ദ വേ. പക്ഷെ അദ്ദേഹത്തിന് എന്താ അറിയില്ല? വഴി അറിയില്ല. ദ ഓൾഡ് മാൻ ആസ്ക്ഡ് യുവർ ഹെൽപ്പ്. ആ വൃദ്ധനായ മനുഷ്യൻ നിങ്ങളുടെ ഹെൽപ്പ് അന്വേഷിക്കുന്നു. ഗീവ് ഹിം മിനിമം 5 ഡയറക്ഷൻസ് ടു റീച്ച് ദ ഹോസ്പിറ്റൽ. നിങ്ങൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള ഒരു 5 ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. എങ്ങനെ പറയാം? ഗോ അലോങ് ദിസ് റോഡ്. ഈ വഴിയിലൂടെ എന്ത് ചെയ്യുക? നേരെ പോവുക. സ്കിപ്പ് ദ ഫസ്റ്റ് 2 ടേൺസ്. എന്താണ്? ആദ്യത്തെ 2 തിരിവുകൾ കടന്നു പോവുക. അതായത് ആദ്യത്തെ 2 ടേൺസ് കടന്നു പോവുക. ടേൺ ലെഫ്റ്റ് അറ്റ് ദ ക്രോസ് റോഡ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ടേൺ ലെഫ്റ്റ് അറ്റ് ദ ക്രോസ് റോഡ്. ക്രോസ് റോഡിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടേക്ക് തിരിയണം? ലെഫ്റ്റിലേക്ക്, ഇടത്തോട്ട് തിരിയുക. ടേക്ക് ദ സെക്കൻഡ് റൈറ്റ്. എന്നിട്ട് എങ്ങോട്ടേക്ക് പോവുക? റൈറ്റിലേക്ക്, വലത്തുവശത്തേക്ക് തിരിയുക. ദ ഹോസ്പിറ്റൽ ഈസ് ഓൺ യുവർ ലെഫ്റ്റ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ ഇടതുവശത്ത്, ലെഫ്റ്റിലായിരിക്കും എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള വഴി എങ്ങനെയാണ്? നേരെ പോയിട്ട് രണ്ടാമത്തെ ലെഫ്റ്റിൽ നിന്ന് വീണ്ടും സ്ട്രൈറ്റ് ആയിട്ട് നടക്കുക, മൂന്നാമത്തെ ടേൺ തിരിയുക, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? ഇതുപോലെ നിങ്ങളോട് ഡയറക്ഷൻസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ഇന്ന് എന്താണ്? ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. കാഫ്ക എന്താണ്? ബെർലിനിലെ പാർക്കിലൂടെ എന്താണ് വോക്ക് ചെയ്യണം, നടക്കുമായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അന്നേരം കാഫ്ക ആരെ കാണുന്നു? ഒരു ഗേളിനെ കാണുന്നു. അവൾ പെൺകുട്ടി ഇരുന്ന് അവിടെ ഇരുന്ന് കരയുന്നത് കാണുന്നു. എന്തിനാണ് അവൾ കരയുന്നത്? ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവളുടെ ഡോള് നഷ്ടപ്പെട്ടു പോയി. കാഫ്ക കംഫർട്ട് ദ ലിറ്റിൽ ഗേൾ ഹു വാസ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രെസ്. ആ കരയുന്ന കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കാഫ്ക അവളെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അല്ലേ? അന്നേരം പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ കാഫ്ക ആൻഡ് ദ ലിറ്റിൽ ഗേൾ. ആ കാഫ്കയും ആ ലിറ്റിൽ ഗേളും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഒരു ഡോള് നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയും പിന്നെ ഡോള് ആ കുട്ടിക്ക് ലെറ്റർ എഴുതുന്ന പോലെയും അല്ലേ? കുട്ടിയുടെ ടെൻഷൻ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ലെറ്റർ എഴുതുന്ന പോലെയും ഒക്കെ നമ്മൾ ആ സ്റ്റോറി വായിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതും. കാഫ്ക: ഡിയർ വൈ ആർ യു ക്രൈയിങ്. കാഫ്ക ചോദിക്കുകയാണ്, മോളെ നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ലിറ്റിൽ ഗേൾ എന്താ പറയുക? മൈ ലെവി മൈ ഡോൾ. എൻ്റെ ലെവി എൻ്റെ ഡോള്. അപ്പോൾ കാഫ്ക ചോദിക്കണം, വാട്ട്സ് റോങ് വിത്ത് യുവർ ഡോൾ. നിന്റെ ഡോളിന് എന്താ പറ്റിയെന്ന് ചോദിക്കണം. അപ്പോൾ ലിറ്റിൽ ഗേൾ പറയണം, ഐ ലോസ്റ്റ് ഹെർ. എനിക്ക് അവളെ
നഷ്ടപ്പെട്ടു. ഐ വാസ് പ്ലേയിങ് വിത്ത് ഹെർ നിയർ ദ ലേക്ക് ആൻഡ് ദെൻ ഐ കുഡിൻ ഫൈൻഡ് ഹെർ എനി വെയർ. ഞാൻ അത് തടാകത്തിനരികിൽ വെച്ച് കളിക്കുകയായിരുന്നു അല്ലേ, ലേക്കിനടുത്ത് വെച്ച് കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് തന്നെ എവിടെയെങ്കിലും കണ്ടില്ല. കാക്ക ദാറ്റ് മസ്റ്റ് ബി വെരി അപ്സെറ്റ്. ഓ, അത് ഭയങ്കര വിഷമായല്ലോ, അപ്സെറ്റ് ചെയ്യല്ലോ. ആർ യു ഷുവർ യു ലുക്ക്ഡ് എവരിവെയർ? നീ എല്ലായിടത്തും നോക്കിയത് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കണം. ലിറ്റിൽ ഗേൾ എന്താ പറയുക? യെസ് ഐ ലുക്ക്ഡ് എവരിവെയർ. ഞാൻ എല്ലായിടത്തും നോക്കി. ഐ ഈവൻ ആസ്ക്ഡ് സം അതർ പീപ്പിൾ ഇഫ് ദേ ഹാഡ് സീൻ ഹെർ. ഞാൻ വേറെ ആൾക്കാരോടും ചോദിച്ചു, നിങ്ങൾ എവിടെയെങ്കിലും എന്താണ് അവിടെ കണ്ടോന്ന്. പക്ഷെ ആരും കണ്ടില്ല. കാക്ക ഡിഡ് യു ഹാവ് എ സ്പെഷ്യൽ നെയിം ഫോർ യുവർ ഡോൾ? നിന്റെ ഡോളിന് എന്തൊരു സ്പെഷ്യൽ നെയിം ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ലിറ്റിൽ ഗേൾ പറയണേ യെസ് ഹെർ നെയിം ഈസ് ലെവി. അവളുടെ പേരെന്താണ്? ലെവി എന്നാണ്. ഷീ ഈസ് മൈ ഫേവറേറ്റ് ഡോൾ ഇൻ ദ ഹോൾ വേൾഡ്. അവളാണ് എനിക്ക് അതാണ് എൻ്റെ ഫേവറേറ്റ് ഡോള് എന്ന് പറയുന്നത്. ദാറ്റ്സ് അപ്പോൾ കാക്കു ചോദിക്കാൻ ദാറ്റ്സ് വെരി സ്പെഷ്യൽ, ലെറ്റ്സ് ഗോ ആൻഡ് ലുക്ക് ഫോർ ഹെർ ടുഗദർ. വാ നമുക്ക് ഒരുമിച്ച് നോക്കാമെന്ന് അവളോട് പറയാണ്. ഓക്കെ, നമുക്ക് അതിനെ ഒരുമിച്ച് നോക്കാമെന്ന് പറയണം. അപ്പോൾ ലിറ്റിൽ ഗേൾ എന്താ ഓക്കെ വെരി കൈൻഡ് ഓഫ് യു. ഓക്കെ, നിങ്ങൾ നല്ല ആളാന്ന് പറഞ്ഞിട്ട് അത് കാക്ക വി വിൽ സെർച്ച് എവരിവെയർ അണ്ടിൽ വി ഫൈൻഡ് ഹെർ ഡോണ്ട് വറി വി വിൽ ഗെറ്റ് അവർ ലെവി ബാക്ക്. നമുക്ക് എല്ലായിടത്തും നോക്കാം, നീ വിഷമിക്കേണ്ട, നമുക്ക് അതിനെ തിരിച്ച് കിട്ടും എന്ന് പറയണം. അപ്പോൾ ലിറ്റിൽ ഗേൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡോളിനെ കാണാതെ, അപ്പോൾ ഡോള് ഇവള് കരയുമ്പോൾ ലിറ്റിൽ ഗേൾ കരയുമ്പോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ എൻ്റെ ഡോള് നഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഡോളിനെ എവിടെ വെച്ചാൽ നഷ്ടപ്പെട്ടത്? നീ എല്ലായിടത്തും നോക്കിയോ? നമുക്ക് ഒരുമിച്ച് നോക്കാം എന്നും പറഞ്ഞ് അവളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുക. അവസാനം താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ രീതിയിൽ വേണം നമ്മളൊരു കോൺവെർസേഷൻ തയ്യാറാക്കാൻ. ആക്ടിവിറ്റി 7 ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ബുക്ക് ഡാഷ് ഈസ് ലൈയിങ് ഓൺ ദ ഡെസ്ക് ഈസ് മൈൻ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ ദാറ്റ്. അവിടെ ദാറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ദ ബുക്ക് ദാറ്റ് ഈസ് ലൈയിങ് ഓൺ ദ ഡെസ്ക് ഈസ് മൈൻ. ദേ സ്റ്റാർ അറ്റ് മീ ഡാഷ് ഐ വാസ് മാഡ് ആസ്തോ. ഓപ്ഷൻ ഡി ആണ് എഴുതേണ്ടത്. മൂന്നാമത്തത് ദ മാൻ ഡാഷ് സൺ ഈസ് ഇൻ ലണ്ടൻ മെറ്റ് മീ യെസ്റ്റർഡേ. ഹൂസ് ആണ് എഴുതേണ്ടത്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ അലിട്രേഷൻ എക്സാമ്പിൾ അല്ലാത്ത ഏതാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെറ്റേഴ്സ് ആവർത്തിച്ച്, അതായത് സൗണ്ടുകൾ ആവർത്തിച്ച് ഒരേ സൗണ്ടുകൾ ആവർത്തിക്കുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അലിട്രേഷൻ അല്ല? ഇവിടെ ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഇതിൽ ഡി എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ വിത്ത് പീപ്പിൾ ട്രാവലിംഗ് ഇൻ ടു ടൗൺ ടി എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതില്ല. അതുപോലെ ഫാർദർ ആൻഡ് ഫാർദർ അതിലും എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ അല്ലാത്തത് ഏതാണ്? എ ആണ്. സൗണ്ട് ഒരേ രീതിയിൽ ഒരേ സൗണ്ട് ആവർത്തിക്കുന്നതാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലാത്തത് ഓപ്ഷൻ എ ആണ്. ഐ സോ ദ ഡിംബ്ലിംഗ് റിവർ പാസ്. ഇതിലാണ് അലിട്രേഷൻ എക്സാമ്പിൾ അല്ലാത്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.